ഹൈക്കോടതി ഉത്തരവുമായി മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിക്കാനെത്തിയ സിസ്റ്റർ അനിതയെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉപവാസ സമരം ആരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഓഫീസ് കവാടത്തിന് മുന്നിലാണ് സിസ്റ്റർ അനിത ഉപവാസ സമരം ആരംഭിച്ചത്. ചൊവ്വാഴ്ച രാവിലെയും ജോലിയിൽ പ്രവേശിക്കുന്നതിന് പ്രിൻസിപ്പൽ ഓഫീസിലെത്തിയെങ്കിലും ചൊവ്വാഴ്ചയും കഴിഞ്ഞ ദിവസത്തെ പോലെ സിസ്റ്റർ അനിതയെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. സർക്കാരിന്റെ ഉത്തരവ് ലഭിക്കാത്തതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത്. അതിനെ തുടർന്നാണ് രാവിലെ അനിശ്ചിതകാല ഉപവാസ സമരം അനിത ആരംഭിച്ചത്. 20 വർഷത്തോളമായി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് താനെന്നും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നും സിസ്റ്റർ അനിത മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നെ ജോയിൻ ചെയ്യിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. സർക്കാർ DMക്ക് ഓർഡർ കൊടുത്ത് DMന്ന് ഓർഡർ വന്നാല് എന്നെ ജോയിൻ ചെയ്യാൻ ഇവർ സമ്മതിക്കുകയുള്ളൂ. അല്ലാതെ ഇവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇപ്പം നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഞാനിവിടെ എന്നെ ജോയിൻ ചെയ്യിപ്പിക്കുന്നവരെ ഞാൻ പ്രിൻസിപ്പൽ ഓഫീസിന്റെ അവിടെ തന്നെ ഇരിക്കുക, ഉപവാസം ഇരിക്കുന്നില്ല. ഏതായാലും ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി കൊണ്ടുവന്നിട്ട് ആ ഓർഡർ പോലും അവർക്ക് നടപടി എടുക്കാൻ പറ്റിയില്ലെന്നെങ്കിൽ എനിക്കിപ്പോൾ ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സർക്കാരിന്റെ കണ്ണ് എങ്ങനെ തുറക്കുമെന്നുള്ളത് നോക്കണ്ടേ നമ്മൾ. ഹൈക്കോടതി ഉത്തരവ് പോലും പുല്ലുവില കൽപ്പിക്കുന്ന മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് നടപടി അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്നും അനിത വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.